സുപ്രീം ഫ്ലെക്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് കുറച്ച് പാലക്കലയും പരിപ്പും തക്കാളിയും എടുത്തിട്ടുണ്ട്. അതുമായിട്ട് വന്ന് നമുക്കിന്ന് ഇത് വെച്ചൊരു ഉച്ചയൂണിനൊരു കറി തയ്യാറാക്കാം. ഓക്കെ, വേഗത്തിൽ നമുക്കത് പരിപ്പൊന്ന് കഴുകി വൃത്തിയാക്കി കുക്കറിനകത്ത് നമുക്ക് അതൊന്ന് വേവിക്കാൻ വെക്കാം. അപ്പം ഞാനത് കുക്കർ എടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് വൃത്തിയായിട്ട് കഴുകി, ചുമന്ന പരിപ്പാണേ. അപ്പോൾ ഇത് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഇതാണ്. അപ്പം ഞാനത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ലേശം ഉപ്പും എടുത്ത് ഒരു തക്കാളി ഒന്ന് അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളകും ഞാൻ അതിൻ്റെ അകത്ത് ഞുറുക്കി. ഇനി നമുക്കത് വേകാനുള്ള വെള്ളവും ഒഴിച്ച് നമുക്കല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ കൂടാതെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ നമുക്ക് ചേർക്കാം. അപ്പം പച്ചമുളക് ഞാൻ ഒരെണ്ണം ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നമുക്കതൊന്ന് ഇളക്കി വേകാൻ വേണ്ടിയിട്ട് നമുക്ക് കുക്കർ അടച്ച് അടുപ്പിൽ വയ്ക്കാം. അതൊന്ന് വിസിൽ വരട്ടെ, അത് വെന്ത് വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് പാലക്കലേക്ക് ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഒത്തിരി കിരീര അരിയേണ്ട കാര്യമില്ല കേട്ടോ. ഇത് ചോറിനാകുമ്പോൾ നല്ല രുചിയാണ്. ഇത് ഒത്തിരി മിനറൽസും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയതാണ്. അപ്പം ഇത് മാർക്കറ്റുകളിൽ കിട്ടും. പിന്നിപ്പം നമ്മളൊക്കെ വെച്ച് അതിൻ്റെ വിത്ത് വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. അപ്പം നമുക്കതൊക്കെ വേഗത്തിലൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പം ഞാനത് അരിയണേ. ഇനി നമുക്ക് വേണ്ടുന്നത് ഞാനതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇച്ചിരി തേങ്ങ തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനൊന്ന് ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ തേങ്ങ കുറച്ച് എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലോട്ടാക്കി കുറച്ച് ജീരകം, നല്ല ജീരകമാണേ. അപ്പം അതും കൂടെ ചേർത്ത് നമുക്ക് ഒന്ന് അരച്ചെടുക്കണം. 2 ചുമന്നുള്ളിയും കൂടെ ചേർത്താണ് നമുക്ക് ഒന്ന് നല്ലതുപോലെ കുറച്ച് വെള്ളമൂടെ ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പം ഞാനൊന്ന് അരച്ചെടുക്കട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ കുക്കറിൽ നമ്മുടെ പരിപ്പൊക്കെ വെന്ത് കഴിഞ്ഞ് ഞാൻ പിന്നൊരു കടായി എടുത്ത് അതിനകത്തോട്ട് ആ പരിപ്പാക്കി. അപ്പം എന്നിട്ട് ഞാൻ ആ ചീര അരിഞ്ഞ പാലക്കല അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലപോലെ പരിപ്പ് വെന്തിട്ടുണ്ട്. പരിപ്പും തക്കാളിയൊക്കെ ചേർത്തല്ലോ. അപ്പോൾ അതെല്ലാം വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിനി ഇതും കൂടെ ഒന്ന് ഇളക്കി വെക്കുകയാണ്. ആ പാലക്കല ഒന്ന് വേകട്ടെ. നമുക്കൊന്ന് അടച്ച് വെച്ച്, ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്ന് വെന്ത് വരുന്നുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ച് അരപ്പ് ചേർക്കാം. അപ്പം നമ്മൾ തേങ്ങ അരച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നല്ല ജീരകവും ചുമന്നുള്ളിയും കൂടെയാണ് ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്നത്. മറ്റ് വേറൊന്നും ചേർക്കണ്ട, കാരണം നമ്മൾ ഇതിനകത്ത് ബാക്കി ഒക്കെ ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയൊക്കെ ആദ്യമേ നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പം അത് നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് ഒന്ന് നല്ലപോലെ ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മുടെ കറിയൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി. ഇനി നമുക്ക് കടുക് താളിക്കണം. അതിനായിട്ട് ഞാനൊരു പാനടുപ്പി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെയാണ് നമുക്ക് നല്ലത്. വെളിച്ചെണ്ണയ്ക്ക് കടുക് താളിക്കുന്നതാണ് നല്ല രുചികരം. അപ്പോൾ കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. 2-3 വറ്റൽമുളകും ഇട്ട് നമുക്കതൊന്ന് മൂത്ത് കരിയാപ്പലയും കൂടി ഇട്ട് കഴിയുമ്പം അപ്പം അതിൻ്റെ കടുകൊക്കെ കരിയാപ്പലയും കൂടി ഇടാം. അത് പൊട്ടിക്കഴിഞ്ഞു. അപ്പം നമുക്ക് പാലക്കര പരിപ്പ് കറി ഓക്കെ ആയിട്ടുണ്ട്. നിങ്ങളൊക്കെ വെച്ച് നോക്കണം. ഇതുവരെ വെച്ചിട്ടില്ലാത്തവർ പലരും വെച്ച് കാണും. ഓക്കെ, രുചികരമാണ്, ഏറ്റവും ബെറ്ററാണ്. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. ഓക്കെ, താങ്ക്സ്.